ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. ഒരു വര വരച്ചാ തീരും നിന്റെയൊക്കെ ചാട്ടം. 5-8 കൊല്ലം കാത്തിരുന്നിട്ട് പ്രതികാരം ചെയ്യാൻ വന്നേക്കുന്നു. 10-15 ദിവസത്തേക്ക് പരോളി വന്നാ ഞാൻ എൻ്റെ മോനെ ഒന്ന് കാണാൻ. അതിനെന്തെങ്കിലും തടസ്സം നിന്നാ ആനയുടെ കൂടപ്പുറപ്പുകളാണെന്ന് ഞാൻ വിചാരിക്കരുത്. കത്തി അറിഞ്ഞിരിക്കും പക്ഷേ അവരഞ്ചേ മൂലക്കിട്ട് നന്നായി ചവിട്ടി കൂട്ടേണ്ടതാ. ജയിലിന്റെ നല്ലടപ്പാരാണെന്ന് ജയിൽ സാർ പറഞ്ഞുകൊണ്ട് മാത്രം നിന്നെ ഇപ്പൊ വിടും. പരോള് കാലം കഴിയുന്നവരെ ഇവിടെ കിടന്ന് എന്തെങ്കിലും അഭ്യാസം കാണിച്ചാ സാറേ ഞാനല്ല സെമിത്തേരി വെച്ച് അവരെ കൂടുതൽ വിശദീകരിച്ച് നീ ബുദ്ധിമുട്ടണ്ട. ഇനി ഒരിക്കൽ കൂടി നീ എന്റെ കയ്യിൽ വന്ന് ചാടിയാൽ പറ്റോ പോടാ. വല്ല കാര്യം ഉണ്ടായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, അവന്മാരൊക്കെ നിന്നെ കൊടുക്കാൻ വേണ്ടി നടക്കുകന്നേ. നീ ആരോടാന്നേ ഈ പരിഭവം കാണിക്കണേ? ഞാൻ എൻ്റെ മോനെ കണ്ടൊരു 8 കൊല്ലമായി. അവനെ എന്നെ പരോളിൽ ഇറക്കിയത്. ഇപ്പൊ വന്നിട്ട് 2 ദിവസമായി. എൻ്റെ മോനെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഒരുതരം കളിയാ. എന്തിനാ എൻ്റെ മോനെ എല്ലാവരും കൂടെ മറച്ചു വെച്ചിരിക്കുന്നത്? എന്നാ ചെയ്യേണ്ടത് എനിക്കറിയാം. അലക്സേ നിന്നെ നീ പറയണ കേക്കുന്നേ. പ്രിൻസിപ്പാളിനെ അറിയാതെ അവിടെയാണ്. കമൻ. എന്താ മകനെ ഒന്ന് കാണാൻ വന്നത്. എന്താ കുട്ടിയുടെ പേര്? ഷൈൻ ഫിലിപ്പോസ്. ഓ, ഷൈൻ ഫിലിപ്പോസ്. മകന്റെ പഠിത്ത കാര്യം എന്തെങ്കിലെ കുറിച്ചൊന്നും അറിയാവുന്നതാ. അവനിവിടെ ഇല്ല, ഫുട്ബോൾ ടൂർണമെന്റിന് പോയിരിക്കുക. 2 ദിവസം കഴിഞ്ഞേ വരൂ. ശരി. ശിക്ഷയൊക്കെ കഴിഞ്ഞോ? പരോളില. എന്തായി പോയിട്ട് അവനെ കണ്ടോ? ഇല്ല. കഴിക്കാം. എനിക്ക് വേണ്ട. നിന്നെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് തന്നെ വലിയ വിഷമം തോന്നുന്നുണ്ട്. അവനേതോ ഫുട്ബോൾ ടൂർണമെന്റിന് പോയിരിക്കുമെന്ന് അവിടുത്തെ സാറന്മാർ പറഞ്ഞു. ഞാനേതായാലും അങ്ങോട്ടൊന്ന് പോവാ. അല്ല, നീ ഒറ്റയ്ക്ക് പോകണ്ട, അവന്മാരെയും കൂടെ കൂട്ടിക്കോ. ഓ, സാറേ ഈ മേരി മാതാ സ്കൂളിലെ പിള്ളേരെ കാണാൻ എന്താ വഴി? അവരൊക്കെ കളി കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് പോയി. ഇനി കളി കഴിയുന്നവരെ ഹോസ്റ്റലിലാണ് താമസം. എവിടാ ഹോസ്റ്റൽ? ഇവിടെ നിന്നൊരു 5 കിലോമീറ്റർ വരും. ചേട്ടാ അവര് പുറത്തേക്ക് പോയല്ലോ ചേട്ടാ. എപ്പോ വരുമെന്നറിയോ? അതറിഞ്ഞൂടല്ലോ ചേട്ടാ.